തെലങ്കാനയിലെ സംഗാരെഡ്ഡിയിലുള്ള അമീൻപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 27, 2025 അവിടെയുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരികയാണ്. അപ്പോൾ ആ ഒരു ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ഒരു കുടുംബമായിരുന്നു. തൻ്റെ വൈഫിനെയും 12, 10, 8 വയസ്സുള്ള 3 കുട്ടികളെയും കൊണ്ട് വന്ന ആൾ പറഞ്ഞത് എല്ലാവരും എന്തോ കഴിച്ചു, ഫുഡ് പോയ്സൺ അടിച്ചു എന്ന് തോന്നുന്നു, എല്ലാവരും അൺകോൺഷ്യസ് ആണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടായിരുന്നു ആൾ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിയത്. ചെന്നൈ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു തൻ്റെ വൈഫും 3 കുട്ടികളും വൈകുന്നേരം തൈര് സാദം കഴിച്ചു, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പറ്റിയതാണ്, ഞാൻ അത് കഴിച്ചില്ല, അത് കാരണം എനിക്കൊന്നും പറ്റിയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് ആൾ പറയുകയായിരുന്നു. ഡോക്ടേഴ്സ് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു തൈര് സാദം കഴിച്ച് ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല, ഇതെന്തോ വേറെ പോലെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ആ 3 കുട്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ജീവന് വലിയ ഭീഷണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാരെ ഹോസ്പിറ്റൽ അധികൃതർ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. സംശയാസ്പദമായിട്ടുള്ള നിലയിൽ 3 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയായിരുന്നു അവർ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു വിവരം അറിഞ്ഞ പോലീസ് ടീം നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ ബോഡി ഓട്ടോപ്സി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ മരണ കാരണം മനസ്സിലാവുകയുള്ളൂ. പോലീസുകാർ നോക്കുമ്പോഴും ഡോക്ടേഴ്സ് നോക്കുമ്പോഴും എല്ലാവർക്കും സംശയം ആ ഒരു ചെന്നൈയ എന്ന് പറയുന്ന ആളെയാണ്. അപ്പോൾ ആള് തൻ്റെ 3 മക്കളെയും വൈഫിനെയും വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായത്. കാരണം ഇയാൾക്ക് മാത്രമൊന്നും പറ്റിയിട്ടില്ല. അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതിരുന്നിരുന്നത് ഇയാൾ മാത്രമാണ്. സ്വാഭാവികമായിട്ടും പോലീസിന് സംശയം ഉണ്ടാവുമല്ലോ. അങ്ങനെ പോലീസുകാർ സംശയത്തിന്റെ നിഴലിൽ 55 വയസ്സുള്ള ചെന്നൈയ എന്ന് പറയുന്ന അയാളെ കസ്റ്റഡിയിൽ എടുത്തു കയറ്റി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഈ ഒരു ചെന്നൈയ തന്നെയാണോ ആ ഒരു കൊലപാതകങ്ങൾ നടത്തിയത്? അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫുഡ് പോയ്സൺ ആയിരുന്നു? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ചെന്നൈയുടെ വൈഫിൻ്റെ പേര് രജിത എന്നായിരുന്നു. 35 വയസ്സായിരുന്നു അവരുടെ പ്രായം. അവർ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാരുടെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു അവരിപ്പോഴും അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണുള്ളത്, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നോർമലാവും, അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഓൾറെഡി ചെന്നൈയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ആളുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, ആളുടെ വൈഫിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സസ്പീഷ്യസ് ആയിട്ടുള്ള യാതൊരു കോൾസും കാര്യങ്ങളും ആളുടെ ഒരു ഫോണിൽ നിന്ന് പോയിട്ടും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ട്രാൻസാക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ചെന്നൈയുടെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ സെക്യൂരിറ്റി ജോലിക്കും പോയിരുന്നു, അതേപോലെ തന്നെ ലോറി ഡ്രൈവറായിട്ടും ആൾ ജോലിക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആളുടെ വർക്ക് സ്പേസിലും അതുപോലെ തന്നെ വീട്ടിലും എല്ലായിടത്തും പോലീസും ഫോറൻസിക് ടീമും ചേർന്ന് സെർച്ച് ചെയ്യുകയാണ്. എന്നാൽ സംശയിക്കത്തക്കതായിട്ടുള്ള ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഈ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ ഒരു തൈര് സാദത്തിൻ്റെ ബാക്കിയോ അല്ലാന്നുണ്ടെങ്കിൽ വിഷത്തിൻ്റെ ബോട്ടിലോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സംഭവങ്ങളെല്ലാം തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോലീസുകാർ ചെന്നൈയെ അടുത്ത് ചോദിക്കുകയാണ്, നീ വീട്ടിൽ ഇതേപോലെ തന്നെ എല്ലാവർക്കും വിഷമൊക്കെ കൊടുത്തങ്ങായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണല്ലേ ഈ നാടകവും കാര്യങ്ങളൊക്കെ കളിച്ചതെന്നുള്ളത്. അപ്പോൾ ചെന്നൈയെ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ചെന്നൈയെ ആ ഒരു മർഡറുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല, ഒരു പ്രൂഫും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെന്നൈയെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിധത്തിൽ ഇയാൾ ഈ ഒരു ക്രൈമുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പോലീസുകാർ ശ്രമിക്കുകയായിരുന്നു. ആളുടെയും ആളുടെ വൈഫിൻ്റെയും കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ 20 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ കല്യാണം കഴിയുന്നത്. ഈ ചെന്നൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ വിവാഹം ഓൾറെഡി മുൻപ് ഒരു തവണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ത്രീ മരിച്ചു പോയിരുന്നു. അതിനുശേഷമാണ് ആള് ഈ ഒരു രജിത എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്.
പിന്നെ രജിതക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിൽ 22-23 വയസ്സ് പ്രായമുള്ളൂ. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ 42-43 വയസ്സായി. 20 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി ഇയാളുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രജിതയുടെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാരേജും ആയിരുന്നു. അപ്പോൾ വീട്ടുകാർ എന്തുകൊണ്ട് ഈ ഒരു കല്യാണം നടത്തി കൊടുത്തു എന്നുള്ളത് പോലീസിനൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ തോന്നുകയാണ്. ഇനിയിപ്പോൾ വല്ല ജാതക പ്രശ്നമാണോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ, ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചിന്തിക്കുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ വിവാഹം കഴിയുകയാണ്. ആ ഒരു വിവാഹത്തിന് ശേഷം അവർക്ക് 3 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. മൂത്തതൊരു മകനായിരുന്നു, സായി കൃഷ്ണ എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. രണ്ടാമത്തെ മകളായിരുന്നു മധുപ്രിയ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. മൂന്നാമത്തെ മകനായിരുന്നു ഗൗതം എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ 3 കുട്ടികളൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവരുടെ ലൈഫും ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ഈ ഒരു രജിതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഹൗസ് വൈഫ് ആയിരുന്നില്ല, അവരൊരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. ഇയാളാണെന്നുണ്ടെങ്കിൽ 2 ജോലി ചെയ്യാറുണ്ടായിരുന്നു. അതായത് സെക്യൂരിറ്റി ആയിട്ടും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ലോറി ഡ്രൈവറായിട്ടും ആൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. സോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ഫാമിലി ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അലമ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നൈബേഴ്സിനൊക്കെ ആയിട്ടും നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ പോയിരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അവരുടെ ഒരു ഫാമിലിയിൽ യാതൊരു പ്രശ്നങ്ങളുള്ളതായിട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പോലീസുകാർ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും എന്തിനാണ് അയാൾ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പോലീസുകാർ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് അന്ന് തൈര് സാധം കഴിക്കാതിരുന്നിരുന്നത് എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് തൈര് സാധം ഇഷ്ടമല്ല, അന്നത്തെ ദിവസം ഞാൻ കഴിച്ചില്ല. അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, ജോലിക്കായിട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് വൈഫ് ഇതേപോലെ തന്നെ കുട്ടികൾക്ക് വയ്യ എനിക്കും വയ്യ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. ആൾക്കന്ന് രാത്രി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പുറത്തായിരുന്നു. അപ്പോൾ ഈ ഒരു കോള് കേട്ടിട്ടാണ് ആൾ നേരെ അങ്ങോട്ട് എത്തുന്നതും അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെയും മറ്റും ഹെൽപ്പോട് കൂടിയിട്ട് അവരെ നേരെ ആംബുലൻസിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നതും. എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ഇത് തന്നെയായിരുന്നു അയാൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇവരെ പരിശോധിച്ച ഡോക്ടറും ചില കാര്യങ്ങൾ പോലീസിനോട് പറയുകയുണ്ടായി. അപ്പോഴാണ് പോലീസിന് ഈ ഒരു കേസിൽ ഒരു തുമ്പ് കിട്ടുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷമുള്ളിൽ ചെന്നായിരുന്നില്ല ആ 3 കുട്ടികളും മരിച്ചത്, ശ്വാസം കിട്ടാതെ ആയിരുന്നു. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 പേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നതിൽ 3 പേര് ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ വിഷം കഴിച്ചതുപോലെയുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു, അൺകോൺഷ്യസ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ അഡ്മിറ്റ് ചെയ്തു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നാൽ ഇവരുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവരുടെ ബ്ലഡിലൊന്നും അതിൻ്റെ കണ്ടൻറ്റുകളൊന്നും അങ്ങനെ എന്താ പറയുക ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളൊരു തരത്തിൽ പോലീസിൻ്റെ അടുത്ത് ഈ ഡോക്ടേഴ്സ് പറയുകയാണ്. ഇതൊക്കെ കൂടി ആയപ്പോൾ പോലീസിന് ഏകദേശം ചില കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയാവുകയാണ്. കാരണം പോലീസുകാർ ഇത്ര നേരം ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൽ ഈ ഒരു ഹസ്ബൻഡ് വിഷം കലർത്തിയിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആളതുകൊണ്ട് കഴിച്ചില്ല, അതുകൊണ്ട് ആൾക്കൊന്നും പറ്റിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്നാൽ ഈ ഒരു റിപ്പോർട്ട്സിൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് മേ ബി ഈ ഒരു വൈഫ് ഇതേപോലെ തന്നെ മക്കളെ കൊന്നിട്ട് ഡ്രാമ കളിക്കുന്നത് ആയിരിക്കില്ലേ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലൂടെ പോലീസുകാർ ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആംഗിളിലൂടെ പോലീസുകാർ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ രജിതയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാവുകയാണ്. രജിതയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ട്. ഒരു പയ്യനുമായിട്ട് സ്ഥിരമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയതിൻ്റെയും മറ്റുമൊക്കെ തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലാണോ 3 മക്കളെയും കൊന്നത് എന്നുള്ളൊരു സംശയവും അപ്പോൾ പോലീസിന് തോന്നുകയാണ്. അങ്ങനെ രജിത കോൺഷ്യസ് ആകുന്നത് വരെ പോലീസുകാർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാണിത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അവരൊന്നും അറിയില്ല എന്നുള്ളൊരു തരത്തിൽ തന്നെയായിരുന്നു ആദ്യം മറുപടി പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിന്റെ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, നീയും വേറൊരു പയ്യനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് അറിയാം, അത് ചെന്നൈയൊക്കെ അറിയില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് നീ മക്കളെ കൊന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഇനി എന്തായാലും നിന്റെ വായിൽ നിന്ന് കേട്ടാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രജിത ആകെപ്പാടെ ഷോക്കായി പോയി. ഇനിയും അധിക നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ തൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് ആ ഒരു സ്ത്രീ സമ്മതിക്കുകയായിരുന്നു. ഇത് കേട്ട് പോലീസുകാരും എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതായത് ആ ഒരു സമയത്ത് അവർക്ക് ഏകദേശം ഉറപ്പായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങി നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല.
ആദ്യത്തെ ആ ഒരു പ്രൈം സസ്പെക്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ചെന്നൈ ആയിരുന്നല്ലോ. അപ്പോൾ എന്തിനാണിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ 3 മക്കളെയും ഹസ്ബൻഡിനെയും ഒഴിവാക്കിയിട്ട് തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണെന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു സ്ത്രീ മറുപടി പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സ്ത്രീ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാൾ ജോലിക്കായിട്ട് പുറത്തു പോയല്ലോ, അതിനുശേഷം ആ 3 കുട്ടികളെയും വായും മൂക്കും ഒത്തിപ്പിടിച്ചും കയറ്റി ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരുന്നു. ആദ്യം തന്നെ മൂത്ത മകനെ കൊലപ്പെടുത്തി, അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തി, അതിനുശേഷം മൂന്നാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തി. അതിനുശേഷം ഈ തൈര് സാദത്തിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളുടെ പേരിലൊക്കെ ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു ഹസ്ബൻഡിനെ വിളിക്കുന്നതും, അതിനുശേഷം ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും, പിന്നീട് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യുന്നതും, അതിനുശേഷം അവസാനം ഇവരെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുന്നതും. അപ്പോൾ പോലീസിന് രജിത തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ അതിൻ്റെ മോട്ടീവ് എന്താണ്, അതേപോലെ തന്നെ കാമുകന് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ രജിത തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതായത് എന്താ പറയുക, ഒരു 22-23 വയസ്സുള്ള സമയത്ത് തൻ്റെ വീട്ടിൽ വിവാഹാലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിലാണ് ഈ ഒരു ചെന്നൈയുടെ വിവാഹാലോചന വരുന്നത്. ആൾക്ക് തന്നെക്കാട്ടിലും 20 വയസ്സ് കൂടുതലായിരുന്നെന്നുണ്ടെങ്കിലും, ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും തൻ്റെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അപ്പോൾ ചെന്നൈക്ക് തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് വീട്ടുകാർ തീരുമാനിക്കുകയാണ്. താനത് എതിർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നടന്നില്ല. അതായത് 20 വയസ്സ് ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് അത്രയും വലിയൊരു ഡിഫറൻസ് ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് തീരെ താല്പര്യമില്ലാതെയായിരുന്നു ആ ഒരു വിവാഹം കഴിഞ്ഞത്. ആ ഒരു വിവാഹത്തിന് ശേഷം സമയം എങ്ങനെ പോയി എന്നറിയില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. 13 വർഷങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ 3 കുട്ടികളുണ്ടായി. മൂത്ത കുട്ടിക്ക് 10-12 വയസ്സായി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. കാര്യം അവരൊരു സ്കൂൾ ടീച്ചറായിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെന്നൈയെ 2 ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നെന്നുണ്ടെങ്കിലും ആ ഒരു വിവാഹ ജീവിതത്തിൽ അവർ ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല. അതായത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഇയാൾ അച്ഛനാണോ എന്നുള്ളൊരു തരത്തിലായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെന്നൈ ആയിട്ട് പുറത്തു പോകാൻ തന്നെ ഈ ഒരു സ്ത്രീക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ജോലിയുടെ സ്റ്റാറ്റസ്, ഈ രജിതയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറാണ്, ഇയാളാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ജോലിക്ക് പോകും, അതേപോലെ തന്നെ ലോറി ഓടിക്കാൻ പോകും. അപ്പോൾ സ്റ്റാറ്റസ് പരമായിട്ട് നോക്കുമ്പോഴും ഇയാൾ എനിക്ക് തീരെ മാച്ചില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിൽ ഈ ഒരു സ്ത്രീ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ 10th റീയൂണിയൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഒരു റീയൂണിയൻ ഇവരും പോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ അന്നത്തെ കാലത്ത് 10th പഠിച്ച ഒരുപാടധികം സുഹൃത്തുക്കളും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ശിവകുമാർ എന്ന് പറയുന്ന ഒരു പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടപ്പോൾ വീണ്ടും അവർക്ക് അത്തരത്തിലുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അവർ തന്നെ എന്താ പറയുക, 96 മൂവിയിലെ ക്യാരക്ടേഴ്സ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയല്ല അവർ ചിന്തിച്ചത്. അതായത് അതിൽ ഓരോരുത്തർ ലൈഫ് അന്വേഷിച്ച് പോയി. ഇതിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് അതിനുശേഷവും അവരുടെ എന്താ പറയുക ബന്ധം ഡീപ്പാവുമായിരുന്നു. അതായത് ആ ഒരു റീയൂണിയന് ശേഷം ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പരസ്പരം ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അത് ഫോൺ വിളിയായി. അതിനുശേഷം ഇവർക്കിടയിൽ വേറെ തരത്തിലൊരു ബന്ധം ഉണ്ടാവുകയാണ്. ഇവർ പുറത്ത് വെച്ച് കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം, ആ ഒരു അവിഹിത ബന്ധം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നെ രജിത നോക്കുന്ന സമയത്ത് താൻ ഇഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു ആ ഒരു ശിവകുമാറിൻ്റെ അടുത്ത് നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നത്. അതായത് 13 വർഷങ്ങളായിട്ട് ആ ഒരു സ്ത്രീ സ്വപ്നം കണ്ട ജീവിതമായിരുന്നു ആ ഒരു സ്ത്രീ ആ സമയത്ത് ജീവിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ തനിക്ക് ആ ഒരു ജീവിതം മതി എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ എത്തുകയാണ്. അതേപോലെ തന്നെ ശിവകുമാറിനോട് തന്നെ വിവാഹം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ശിവകുമാർ മറുപടി പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിനക്ക് 3 കുട്ടികളും അതുപോലെ തന്നെ ഭർത്താവും ഉണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഒറ്റയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തരത്തിൽ അയാൾ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ആലോചിച്ചപ്പോൾ ഈ തൻ്റെ ഭർത്താവായിട്ടുള്ള ചെന്നൈയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 കുട്ടികളും തൻ്റെ കയ്യിലാവും, കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അതേപോലെ തന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിച്ച് വേറൊരാളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അപ്പോൾ എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വന്നു. അപ്പോൾ അടുത്തതായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇവർ വേറൊരു കാര്യം ചിന്തിക്കുന്നത്. അതായത് ഈ 3 മക്കളെ കൊലപ്പെടുത്താം, അതേപോലെ തന്നെ എന്താ പറയുക ചിന്നയും കൊലപ്പെടുത്താം, അല്ലാന്നുണ്ടെങ്കിൽ അല്ല ഒഴിവാക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബാധ്യതകളൊന്നുമില്ലല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം ഇഷ്ടമുള്ള പോലെ ജീവിക്കാമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഈ രജിത എത്തുകയായിരുന്നു.
അങ്ങനെ ഈ ഒരു ഫുഡ് പോയ്സൺ ഡ്രാമ നടത്താമെന്നുള്ള കാര്യം പ്ലാൻ ചെയ്ത പ്രകാരം 27-ാം തീയതി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി. ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഹസ്ബൻഡിനെ വിളിച്ചു, പിന്നീട് ഹോസ്പിറ്റലിലോട്ട് പോയി. അതിനുശേഷമാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ചെന്നൈ ഈ കഥകളെല്ലാം തന്നെ അറിഞ്ഞപ്പോൾ ആകെപ്പാടെ തകർന്നു പോവാണ്. അവൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നെങ്കിൽ ഡിവോഴ്സ് കൊടുത്ത് ഞാൻ വിട്ടാനെ, എൻ്റെ 3 കുട്ടികളെ ഞാൻ നോക്കിയാനെ, എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ചതി ചെയ്തത്, എന്തിനാണ് എൻ്റെ മക്കളെ കൊന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫാമിലി ആയിരുന്നു തനിക്ക് എല്ലാം എന്നുള്ളതായിരുന്നു. അതായത് ഫാമിലിക്ക് വേണ്ടിയായിരുന്നു ആൾ ജീവിക്കുന്നുണ്ടായിരുന്നത്, 2 ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കുടിക്കും എന്നുള്ളതല്ലാതെ കുടിച്ചൊന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, വൈഫിനായിട്ട് അടി പോലും ഉണ്ടാക്കാറില്ല വലിയ കാര്യത്തിൽ. അങ്ങനെ വളരെ സമാധാനപരമായിട്ടായിരുന്നു കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അവൾ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആളുടെ ഒരു പ്രതികരണം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ ശിവകുമാറിനെയും അതുപോലെ തന്നെ രജിതയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ വിധി എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചില റിപ്പോർട്ടുകൾ പറയുന്ന അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാനാണ് സാധ്യതകളുള്ളത്. അതായത് ഇനി അവർ പുറലോകം കാണാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്തൊക്കെ ശിക്ഷ വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? അതായത് നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ എന്താണ്? എന്ത് ക്രൂരമായിട്ടാണല്ലേ, എന്ത് മൈൻഡായിട്ട് വേണമല്ലേ തൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം 3 മക്കളെ കൊലപ്പെടുത്തി പോകാമെന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇവർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഈ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് ദിവസം നാട്ടുകാർ പറയും, അതിനുശേഷം നാട്ടുകാരുടെ പണി അന്വേഷിച്ച് പോകുമല്ലോ. അല്ലാതെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നിട്ടുണ്ടാവും. അതായത് അറ്റ്ലീസ്റ്റ് ആ 3 കുട്ടികളുടെ ജീവനെങ്കിലും ഉണ്ടായേനെ. അല്ലാതെ 3 കുട്ടികളൊക്കെ കൊലപ്പെടുത്തുക എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് എന്ത് മൈൻഡായിരിക്കണം അല്ലേ? അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. And it's me, Rajin, signing off. Peace. Stay peaceful, guys. Stay safe.